സന്തോഷ് പണ്ഡിറ്റ്, സത്യത്തിൽ നിങ്ങളാണ് താരം. അറിഞ്ഞു തന്നെ കൊടുക്കുക, കൈ നിറയെ വരും. പരിഹസിച്ചവർ ഒത്തിരിയുണ്ടായിരുന്നു. അവരെയൊന്നും എവിടെയും കാണാറില്ല. എന്നാൽ ആ പരിഹാസം ഏറ്റുവാങ്ങിയ സന്തോഷ് പണ്ഡിറ്റ് എന്ന മനുഷ്യൻ അന്നും ഇന്നും താരമാണ്. എന്ത് കാട്ടിക്കൂട്ടിയാലെന്താ, നല്ല തന്റേടമുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട്. ശബരിമല പ്രക്ഷോഭത്തിൽപ്പെട്ട് ജയിലിൽ കഴിയുന്നവരെ സഹായിക്കാൻ തുടങ്ങിവെച്ച 100 രൂപ ക്യാമ്പയിനിലേക്ക് സന്തോഷ് പണ്ഡിറ്റ് നൽകിയത് 51,000 രൂപ. അത് കണ്ടപാടെ ഹാലിളകി അദ്ദേഹത്തിനെതിരെ പലരും തിരിഞ്ഞു. അതിൽ ഒട്ടും പതറാതെ താരം 1 ലക്ഷം കൂടി സംഭാവന ബാങ്ക് വഴി നൽകുകയും അതിന്റെ കൗണ്ടർ ഫയൽ FBയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുന്നതേയുള്ളൂ, ഇതാ അടുത്ത വാർത്ത എത്തിയിരിക്കുന്നു. തിരുവനന്തപുരത്തുകാരി ദ്യുതി എന്ന സ്പോർട്സ് താരത്തിന് ഒരു മോഹമുണ്ട്, ഒളിമ്പിക്സിൽ പങ്കെടുക്കണം. എന്നാൽ അതിന് പരിശീലിക്കാൻ ഒരു സൈക്കിളും നല്ല പരിശീലകനും പോഷകാഹാരം കഴിക്കാനുള്ള വകയും വേണം. അച്ഛന് ആശാരിപ്പണിയാണ്. അദ്ദേഹം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും രാജ്യാന്തര തലത്തിലും സൈക്ലിങ്ങിലും നീന്തലിലും ട്രയത്ലോണിലും താരമാക്കി നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടി. സൗകര്യമില്ലാത്ത വീട്ടിൽ ആ ട്രോഫികളെല്ലാം ചാക്കിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. ഈ വിവരം ശ്രദ്ധയിൽപ്പെട്ട സന്തോഷ് പണ്ഡിറ്റ് ദ്യുതിയെ ഏറ്റെടുത്തിരിക്കുകയാണ്. തന്നാലാകുന്ന എല്ലാ സഹായവും ചെയ്യാമെന്ന് വാക്ക് നൽകിക്കൊണ്ട് ആ വീട് സന്ദർശിക്കുന്ന വീഡിയോയും FBയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ താരങ്ങളും ഇതേപോലെയായാൽ കഷ്ടപ്പെടുന്ന ആരും ഈ മണ്ണിലുണ്ടാകില്ല. ഫിലിം കോട്ട്. നമ്മൾ സബ്സ്ക്രൈബേഴ്സ് 6 ലക്ഷമായിരിക്കുന്നു. നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.